നമ്മുടെ ജീവിതത്തിൽ 2 ദിവസം നമ്മൾ 24 മണിക്കൂർ ജീവിക്കാതിരിക്കും. ഒന്ന് നമ്മൾ ജനിക്കുന്ന ദിവസം, ഒന്ന് നമ്മൾ മരിക്കുന്ന ദിവസം. ബാക്കി എല്ലാ ദിവസവും 27 മണിക്കൂർ ജീവിക്കുന്നതോ മഹാൻ പറയുന്ന അടിഞ്ഞ കേട്ടു. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി എതിരാണ്. ഞാൻ എഴുന്നേക്കുന്നതന്നെ 12 മണിക്കാണ്. പിന്നെ എനിക്ക് 12 മണിക്കൂർ കൂടെ ഞാൻ എല്ലാ ദിവസവും 12 മണിക്കൂറേ ജീവിക്കും. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു 100 വർഷമാണ് ഇദ്ദേഹത്തിന്റെ ജീവിത കാലാവധിയിൽ 50 വർഷം ഇദ്ദേഹം ജീവിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തെറ്റി. അതാ മഹാൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഈ മഹാൻ ഉറങ്ങത്തില്ലെന്ന് അത് ശരിയാണ്, അതറിയത്തില്ല. ഈ ഇടയ്ക്ക് ഞാൻ ഒരു കമന്റ് കണ്ടു നമ്മുടെ കമന്റ് ബോക്സിൽ. സീലിംഗ് ഫാൻ ഇടത്തോട്ടും ടേബിൾ ഫാൻ വലത്തോട്ടുമാണ് കറങ്ങുന്നത്. നമ്മുടെ കമന്റ് ബോക്സിൽ ഇത്ര കമന്റ് ഒക്കെ വരുന്നുണ്ട്. ഞെട്ടിപ്പോയി. സീലിംഗ് ഫാൻ ഇടത്തോട്ട്, ടേബിൾ ഫാൻ വലത്തോട്ട്. വേറെ ആരൊക്കെ ഉണ്ടെന്ന് ആർമേച്ചറിൽ മോട്ടോർ കണക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായി. ശരിയാണ്, ദിവസവും രാത്രി കിടന്ന് ഈ ഫാനിലോട്ടാണ് നോക്കുന്നെങ്കിലും ഇത് എങ്ങോട്ടാണ് കറങ്ങുന്നതെന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളിക്കാരന്റെ എനിക്ക് ആ പുള്ളിക്കാരന്റെ ആ ഒരു വീക്ഷണം അല്ലേ, ഒബ്സർവേഷൻ സ്കില്ലാണ്. ഷെർലക് ഹോംസ് കഴിഞ്ഞ പുള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയില്ലല്ലോ ഒബ്സർവ്. എന്തായാലും പുള്ളിയുടെ വീട്ടിൽ 2 ഫാൻ കാണും, ഒരു ടേബിൾ ഫാനും ഒരു സീലിംഗ് ഫാനും. അത് രണ്ടും പതുക്കെയാണ് കറങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഇത്ര കൃത്യമായിട്ട് കറങ്ങുന്ന എങ്ങോട്ടാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ ടേബിൾ ഫാൻ എടുത്ത് നമ്മള് സീലിംഗിൽ വെച്ചാൽ സീലിംഗ് ഫാൻ ആവും. അതുപോലെ സീലിംഗ് ഫാൻ പൊളിഞ്ഞ് ടേബിൾ വീണത് ടേബിൾ ഫാനും. അല്ല, ഞാൻ ഈ ഹോസ്പിറ്റലിലെ കണ്ടുണ്ട് ഈ ടേബിൾ ഫാൻ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന സീലിംഗ്. പിന്നെ അതിന് ടേബിൾ ഫാൻ എന്ന് പറയുന്നത് എന്തിനാണ്? സീലിംഗ് കയറ്റി വെക്കാനാണെങ്കിൽ നമ്മുടെ LED TV ഒക്കെ ഒട്ടിച്ച് വെക്കുന്ന ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചേക്കും ടേബിൾ ഫാനിന്. അപ്പൊ അത് സീലിംഗ് ഫാൻ അല്ലേ? ടേബിൾ ഫാൻ അതിന്റെ കർത്തവ്യം ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല, അതിനെടുത്ത് സീലിംഗ് കൊണ്ടുപോയി. അവിടെ ടേബിൾ കാണത്തില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ അതുകൊണ്ടാണ് അവർക്ക് സീലിംഗ് ഫാനാക്കി മാറ്റുന്നത്. അത് ശരിയാണ്. സ്ഥാനം മാറുമ്പോ അതിന്റെ പേരും മാറും, പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നും ഒന്ന്. ഞാനെ ശ്രദ്ധിച്ചിട്ടില്ല ഈ വലത്തോട്ട് ഇടത്തോട്ടുള്ള കാര്യം. ശരിയാണ്, എനിക്ക് തരത്തില്ല. എനിക്ക് തോന്നുന്നു മോട്ടറല്ലേ ഇത്, നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് കറങ്ങേണ്ടതല്ലേ? അങ്ങനെയാണ് സംഭവം. ഇപ്പുറത്തോട്ട് കറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണെങ്കിലും അങ്ങനെ ആവാലോ. അത് ശരിയാണ്. നമ്മൾ ഫുൾ ടൈം ഫാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ. ചിലപ്പോൾ കറങ്ങി ബോഡിക്ക് തിരിച്ച് കറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ മറ്റേ ആറ്റത്തിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രം അതൊരു സ്ഥലത്ത് നിൽക്കുന്നു പറയുന്നത് അതെനിക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇല്ലേ? അതുപോലെ നമ്മൾ നോക്കാത്തപ്പോൾ ഇത് തിരിച്ചായിരിക്കും ചിലപ്പോൾ കറങ്ങും, നോക്കുമ്പോൾ വലത്തോട്ട്. ഏത് കെമിസ്ട്രി ക്ലാസ് സത്യം പറഞ്ഞാൽ എനിക്കൊരു വല്ലാത്തൊരു അനുഭവം നൽകിയിട്ടുള്ള ക്ലാസ് മുറികളാണ്. അതാണ് ഈ ഇതേപോലെ കെമിസ്ട്രി ക്ലാസ് പോലെ ഭീകരമായ വേറൊരു ക്ലാസ് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോഴും ഓർക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന അത് ഞാൻ ഓർത്തിരിക്കും, കാരണം അത്രയും മറക്കാൻ ശ്രമിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് മൈൻഡിൽ നിന്ന് പോകത്തില്ല. മനസ്സിലായി? ഒരു കാര്യം മറക്കാൻ ശ്രമിക്കും തോറും അത് ഓർമ്മ കൂടി വരും. അതെ. പിന്നെ പീരിയോഡിക് ടേബിൾ, അയ്യോ പീരിയോഡിക് ടേബിൾ, അങ്ങനെ ഒരു ടേബിൾ എന്റെ പൊന്നോ. ടീച്ചർ വന്നിട്ട് പീരിയോഡിക് ടേബിൾ അങ്ങ് എടുക്കാം. ടൈം ടേബിൾ പോലും ഇല്ലാതാണ് ഞാൻ ഇരിക്കുന്നത് കൂടി പോയി. ടൈം ടേബിളിൽ കെമിസ്ട്രി എപ്പോഴും അറിഞ്ഞൂടാ, അതിന് ഞാൻ ഇപ്പൊ കെമിസ്ട്രി ടീച്ചർ വന്ന് കയറിയിട്ട് പറയുന്നത് പീരിയോഡിക് ടേബിൾ. താങ്കൾ എടുത്തു വന്നിട്ട് എന്ത് സാധനം എന്തോന്ന് അറിയണ്ടേ? കുറെ ടീംസ് എടുത്തു വെച്ചോണ്ടിരിക്കുന്നു, കുറെ പച്ച ഓറഞ്ചും കളറും. അതിന്റെ ഇടയ്ക്ക് ടൈം ടേബിൾ ആയിരിക്കും തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. കെമിസ്ട്രി കണ്ടുപിടിക്കും. കെമിസ്ട്രി ഇല്ലല്ലോ ടീച്ചറെ, ഒന്ന് പോന്ന് പറയാനായിട്ട് ആ ടൈം ടേബിൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതും എന്തേലും ഇല്ല. അപ്പോഴാണ് പീരിയോഡിക് ടേബിൾ. അത് വല്ലാത്ത അവസ്ഥ. പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ കുറെ സാധനങ്ങളുണ്ട്. ആവശ്യമില്ലാത്ത അത് കണ്ടുപിടിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കുമെന്ന്. കണ്ടുപിടിക്കാതെ സാധനം എന്തിനാണ് നമ്മൾ ഇനി കൊടുക്കാതിരിക്കും? നമുക്ക് നമ്മളെങ്ങനെ പഠിക്കും? ഇനി കണ്ടുപിടിക്കുന്ന സാധനം കണ്ടുപിടിക്കാൻ പോകുന്ന സാധനം നമ്മൾ കണ്ടു പഠിക്കണം. അതങ്ങനെ പഠിക്കാൻ പറ്റും? അത് കണ്ടുപിടിച്ചില്ലല്ലോ. കണ്ടുപിടിച്ചേക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇൻ കേസ് നമ്മളത് കണ്ടു പഠിച്ചിട്ട് നാളെ കണ്ടുപിടിക്കുമ്പോൾ ഇത് അല്ലെങ്കിലും ഒരു സാധനം കണ്ടു പഠിച്ചതെല്ലാം വെറുതെ. കണ്ടുപിടിച്ചത് വേറെ, കണ്ടു പഠിച്ചത് വേറെ. കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് അങ്ങനെ ഞാനങ്ങ് പറഞ്ഞു. ഒരു സുഹൃത്തെ മറ്റേ ഫ്ലൈറ്റ് ഇല്ലേ, മറ്റേ MH370 പണ്ട് 12 വർഷം മുമ്പ് കാണാതെ. MH എന്ന് പറയുന്നത് അടിക്കുന്ന സാധനം അല്ലല്ല, ഫ്ലൈറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു അടിച്ചിട്ടാണ് തോന്നുന്നു പൈലറ്റ് MH ഫ്ലൈറ്റ് എടുത്തോണ്ട് പോയത്. ഒറ്റ പോകും. MH എന്നിട്ട് ഇത് കടലിൽ എവിടെ വെച്ചിട്ട് ഇതും കാണാതെ. പിന്നെ ഒരു വിവരവും ഇല്ല ഇതിന്. ആകാശത്ത് പോകാതെ കടലിലോട്ടാണോ ഈ പൈലറ്റ് പോയത്? ഒരു പിടുത്തമില്ല. ഇടിച്ചിട്ട് പോയല്ലേ, കടല് കണ്ടപ്പോ ഇതായിട്ട് ഇത് ഈ ഫ്ലൈറ്റ് കാണാതായി ഇപ്പോഴും സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ? കടലിൽ. ഫ്ലൈറ്റ് വേണമല്ലേ, ഒരു കടലിൽ സബ്ജക്ട് എന്ത് കടലിൽ എത്തിക്കാണെന്നുള്ളൊരു ഇതിനെ സെർച്ച് ചെയ്യുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. ശരിയാണ്. കാണാതെ ഇതില് മേഘത്തിലും തങ്ങിയിരിപ്പുണ്ട്. മേഘത്തിലിരുന്ന മഴ താട് മഴയുടെ കൂടെ മഴയുടെ കൂടെ ഒന്നുമില്ല. അപ്പോഴത്തേക്കും ഇത് ഫ്ലൈറ്റ് അടിയിലാണ് സംഭവം. ഇത്
എത്രയോ വർഷമായിട്ട് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവര് മറ്റേ കടലില് സൂര്യവെളിച്ചം പോലും ചെല്ലാത്ത സ്ഥലങ്ങളുണ്ട്, വെട്ടമില്ലാത്ത സ്ഥലം. അവിടെ ഇറങ്ങി തപ്പിക്കൊണ്ടിരിക്കുന്നു. വെട്ടമില്ലാത്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അവിടെ വെട്ടമില്ലല്ലോ. ലൈറ്റ് അടിച്ച് പോകുമായിരിക്കും, ടോർച്ചൊക്കെ ആയിട്ട് പോകും. വെട്ടമില്ലാതെ സ്ഥലത്തിറങ്ങി തപ്പിക്കൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് അതിന് വരെ പോയി തപ്പുപോയി. അതാണ് അത് പോയി ചിലപ്പോ അവര് പ്ലെയിനിലായിരിക്കും തപ്പിക്കൊണ്ടിരിക്കുന്നത്, അറിയാൻ പറ്റത്തില്ല. മണ്ടേ കയറി നോക്കും. ഇവിടെ ഇവിടെ വരാനാണ് സാധിച്ചത്, പക്ഷെ കാണുന്നില്ല. ഭയങ്കര അവസ്ഥ. അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ടല്ലേ അവര്